ഹലോ എഞ്ചിനീയേഴ്സ്. പ്രോഡക്റ്റ് ഡിസൈനിങ് സോഫ്റ്റ്വെയർ ആയ സോളിഡ് പറ്റി അല്ലെങ്കിൽ സർട്ടിഫൈഡ് സോളിഡ് വർക്ക്സ് അസോസിയേറ്റ് സ്കിൽസ് അച്ചീവ് ചെയ്യാൻ മലയാളത്തിൽ പഠിപ്പിക്കുന്നതിൻ്റെ മറ്റൊരു വീഡിയോ ട്യൂട്ടോറിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റെഫറൻസ് ജിയോമെട്രി അല്ലെന്നുണ്ടെങ്കിൽ കോർഡിനേറ്റ് സിസ്റ്റത്തിനെ പറ്റിയാണ്. നമ്മൾ ഓൾറെഡി ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ കോർഡിനേറ്റ് സിസ്റ്റം ഉപയോഗിച്ച് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. അപ്പം നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത ഒരു പാർട്ടിൻ്റെ ഡിഫോൾട്ടായിട്ടുള്ള കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ആണ് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ ഓൾറെഡി പഠിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ. പക്ഷേ ചില കേസിൽ അല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിന് നമ്മൾ റെഫറൻസ് ജിയോമെട്രിയിലെ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത പാർട്ടിൻ്റെ മറ്റൊരു സൈഡിൽ നിന്നും ഉള്ള സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകും. അതായത് ഇന്നത്തെ ക്ലാസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ക്രിയേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പാർട്സിന് പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റം ആഡ് ചെയ്തുകൊണ്ട് ആ ആഡ് ചെയ്ത പുതിയ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിൽ പുതിയൊരു സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഞാൻ ഈ ക്ലാസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് വ്യക്തമാകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. എൻ്റെ അറിവിൻ്റെ അല്ലെങ്കിൽ കഴിവിൻ്റെ അനുസരിച്ചിട്ട് ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതാണ്, തീർച്ചയായും ക്ലിയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഓരോ ഡൗട്ടുകളും ക്ലിയർ ചെയ്ത് ഫണ്ടമെൻ്റൽ നല്ല സ്ട്രോങ് ആയിട്ട് പഠിച്ച് മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ നല്ലൊരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു എൻജിനീയറിങ് കരിയർ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് നമ്മൾ ഒരു വീട് പണിയുമ്പോൾ തന്നെ സ്വാഭാവികമായിട്ടും നമ്മളുടെ അടിത്തറ സ്ട്രോങ് ആയിരിക്കണം അല്ലേ. അങ്ങനെ അടിത്തറ സ്ട്രോങ് ആയിരുന്നെങ്കിൽ മാത്രമേ അതിന് മുകളിൽ പണിയുന്ന ഓരോ കാര്യങ്ങളും അത്രത്തോളം സ്ട്രോങ് ആയിട്ട് അവിടെ നിലനിൽക്കുകയുള്ളൂ എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം നമ്മളുടെ ഫണ്ടമെൻ്റൽസ് നല്ല രീതിയിൽ സ്ട്രോങ് ആകണം. എങ്കിൽ മാത്രമേ നമ്മൾ ആ ഫണ്ടമെൻ്റൽ അല്ലെങ്കിൽ അടിത്തറയുടെ മുകളിൽ വെക്കുന്ന ഓരോ ബ്ലോക്കുകളും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് ദീർഘകാലത്തേക്ക് നിൽക്കുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റലായിട്ട് സ്ട്രോങ് ആയിട്ട് തന്നെ പഠിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പം ഈ ഒരു കാര്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇവിടെ പുതിയൊരു പാർട്സ് ഓപ്പൺ ചെയ്യുകയാണ്. ഓക്കെ, പാർട്സ് ഇതിനകത്ത് ഏത് പാർട്സ് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പം ഞാൻ ഈ ഒരു പാർട്സാണ് ഓപ്പൺ ചെയ്യുന്നത്. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിവിടെ ഒരു പാർട്ട് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം ഈ പാർട്ടിന് ഡിഫോൾട്ടായിട്ട് ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും എന്ന് നമുക്കറിയാം. ഒരു ഒറിജിൻ ഉണ്ടായിരിക്കും ഡിഫോൾട്ടായിട്ട്. ആ ഒറിജിനിൽ നിന്നും ഒരു സെൻറ്റർ ഓഫ് മാസ് നമുക്കിതിനകത്തൊന്ന് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം അല്ലെങ്കിൽ അനലൈസ് ചെയ്തെടുക്കാൻ സാധിക്കുമെന്നും നമ്മൾ ഓൾറെഡി പഠിച്ചു. അപ്പം നമുക്കത് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ഒറിജിൻ. അപ്പോൾ ഈ ഒറിജിനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എവിടെയാണ് ആ ഒറിജിൻ എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ, അതിനുശേഷം നമ്മൾ ഇവാലുവേറ്റിൽ വരുന്നു. ഇവാലുവേറ്റിൽ വന്നിട്ട് മാസ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞ ആ ഒരു ഇതെടുക്കുന്നു. അപ്പോഴത്തേക്കും നമുക്ക് ഈ ഒറിജിനെ ബേസ് ചെയ്തുകൊണ്ട് ഈ ഒരു പാർട്ടിൻ്റെ സെൻറ്റർ ഓഫ് മാസ് എവിടെയാണ് വരുന്നതെന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. ആ ഒരു ഡീറ്റെയിൽസ് ആണ് ഇത്. എവിടെയാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഡിഫോൾട്ടായിട്ട് വരുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അതിനുശേഷം നമ്മളിതെല്ലാം ക്ലോസ് ചെയ്ത് കളയുന്നു. എന്നിട്ട് നമ്മൾ റെഫറൻസ് ജിയോമെട്രി എന്ന് പറഞ്ഞ ടാബിൽ വരുന്നു. ഓക്കെ, ഇവിടെയാണ് റെഫറൻസ് ജിയോമെട്രി ഉള്ളതെന്ന് നമുക്കറിയാം. അപ്പോൾ ആ റെഫറൻസ് ജിയോമെട്രി എന്ന് പറഞ്ഞ ടാബിൽ വന്നിട്ട് കോർഡിനേറ്റ് സിസ്റ്റം, അതായത് നമ്മളൊരു പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് പുതിയ ന്യൂ കോർഡിനേറ്റ് സിസ്റ്റം എന്നുള്ള ആ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ക്ലിക്ക് ചെയ്യുന്നു. അപ്പം നമുക്ക് കുറച്ച് ഡീറ്റെയിൽസ് ഇതിവിടെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ വരും. ആ വിൻഡോയിൽ ആദ്യം കൊടുക്കേണ്ടത് ഒറിജിനാണ്. അതായത് ഈ ഒരു പാർട്ടിൻ്റെ ഏതു ഭാഗമാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ഒറിജിൻ എന്നാണ് ഈ ഒരു ആദ്യത്തെ പാർട്ട് സൂചിപ്പിക്കുന്നത്. ഞാനിപ്പോൾ ഈ ഒരു പോയിന്റ് കൊടുക്കുന്നു. അതിനുശേഷം ഏത് ഡയറക്ഷനിലാണ് എക്സ് ആക്സിസ് വരേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്ക് എക്സ് ആക്സിസിൽ ഈ ഡയറക്ഷനാണ് വരേണ്ടത്. ഞാൻ അത് സെലക്ട് ചെയ്ത് കൊടുത്തു. അതിന് ചെയ്യുന്നു. വൈ ആക്സിസ് ഇതാണ്, ഇസഡ് ആക്സിസ് ഇത് കൊടുക്കുന്നു. ഓക്കെ, അപ്പം നമ്മൾ 3 കാര്യങ്ങളും എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പം
വൈ ആക്സിസ് എനിക്ക് മുകളിലേക്കാണ് വേണ്ടത്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഡയറക്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് മാറ്റുകയാണ്. ഓക്കെ, ഇപ്പം നമുക്ക് എക്സും വൈയും നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. അപ്പം ഇനി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്ന സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിലായിരിക്കും സെൻറ്റർ ഓഫ് മാസ് ഇനി വരാൻ പോകുന്നത്. അപ്പം നമുക്കങ്ങനെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതിനായിട്ട് നമ്മൾ ആദ്യമേ ഇവിടെ ഇവാലുവേറ്റിൽ വരുന്നു, ഇത് ഓക്കെ കൊടുക്കുന്നു. അതിനുശേഷം ഇവാലുവേറ്റിൽ വരുന്നു, മാസ് പ്രോപ്പർട്ടി സെലക്ട് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ റിപ്പോർട്ട് കോർഡിനേറ്റ് വാല്യൂസ് റിലേറ്റീവ് ടു എന്നുള്ള ഈ ഒരു ടാബിൽ നമ്മൾ ചേഞ്ച് ചെയ്ത് കൊടുക്കണം. അപ്പം ഇപ്പോൾ ഓട്ടോമാറ്റിക്കലി ഡിഫോൾട്ടായിട്ടുള്ള ഒറിജിനാണ് കിടക്കുന്നത്. അതായത് നമുക്കറിയാം ഈ ഒറിജിൻ, നമ്മളതിനെ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത രണ്ടാമത്തെ കോർഡിനേറ്റ് സിസ്റ്റം സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇവിടെ കാണാം ആ വാല്യൂസ് ചേഞ്ച് ആയിട്ടുള്ളത്. അപ്പം ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാല്യൂസ്, അതായത് ഇപ്പോഴത്തെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് ഈ രണ്ടാമത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത കോർഡിനേറ്റ് സിസ്റ്റത്തിൻ്റെ ബേസിലാണ് വന്നിരിക്കുന്നത്. വ്യക്തമായല്ലോ? ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് മില്ലിമീറ്ററിലാണ് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്നത്. നമുക്ക് നമ്മുടെ റിക്വയർമെൻറ്റിനനുസരിച്ചിട്ട് ഇതിൻ്റെ യൂണിറ്റ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. അതിന് എങ്ങനെയാണ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ നിങ്ങൾക്ക് വീണ്ടും റിവൈസ് ചെയ്യുന്നതിന് അല്ലെങ്കിൽ റിപ്പീറ്റേഷൻ വഴി ആ അറിവ് നിങ്ങളുടെ മനസ്സിലേക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ഇവിടെ വന്നിട്ട് മില്ലിമീറ്റർ ഗ്രാം സെക്കൻഡ്സ് എന്നുള്ളത് സെൻറ്റിമീറ്റർ ഗ്രാം സെക്കൻഡ്സിലോ മീറ്റർ കിലോഗ്രാം സെക്കൻഡ്സിലോ ഇഞ്ച് പൗണ്ട് സെക്കൻഡ്സിലോ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഓട്ടോമാറ്റിക്കലി ചേഞ്ച് ആകും. ഇല്ലെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ റീകാൽക്കുലേറ്റ് എന്ന് പറഞ്ഞ ഇതിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ചേഞ്ച് ആവുന്നത്. ഓക്കെ, അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അതുവഴി ടുഗദർ വി ക്യാൻ ക്രിയേറ്റ് എ സ്കിൽഡ് ആൻഡ് നോളജബിൾ കമ്മ്യൂണിറ്റി ഇൻ അവർ സൊസൈറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.